നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ഇടയ്ക്കിടെ പറയുമ്പോൾ ചില പ്രേക്ഷകർക്കെങ്കിലും അതൃപ്തി തോന്നാറുണ്ട്. ഞങ്ങളിവിടെ എത്തുന്നത് വാർത്ത കേൾക്കാനാണ്, വാർത്താ വിശകലനം കേൾക്കാനാണ്, നിൻ്റെ വിശേഷം കേൾക്കാനല്ല എന്ന് പറയുന്നവരുണ്ട്. അവർ എന്നോട് ക്ഷമിക്കണം. എൻ്റെ വിശേഷങ്ങളും ഇടയ്ക്കിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം കേവലം വാർത്താ അവതാരകൻ എന്നതിനപ്പുറം ജനങ്ങളുമായി സംവദിക്കുന്ന അവരുടെ ഒരു സുഹൃത്തെ എന്ന നിലയിൽ പൂർണ്ണമായും സുതാര്യമായിരിക്കണം എൻ്റെ ജീവിതം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ അമേരിക്കൻ യാത്രയെക്കുറിച്ച് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ കാരണം, എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് അല്പം വേദനയും നിരാശയും തോന്നുന്ന ഒരു വാർത്തയാണിത്. ഇപ്പോൾ വലിയ യുദ്ധം നടക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. ഇറാൻ പ്രതിരോധം തുടരുന്നു. GCC രാജ്യങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്ത് സംഭവിക്കുന്നു എന്നറിയാനാണ്. മറുനാടൻ പ്രേക്ഷകർക്ക് തീർച്ചയായും മറ്റു മാധ്യമങ്ങളെക്കാൾ വിശ്വാസം മറുനാടനെ ആയതുകൊണ്ട്, അതായത് റിപ്പോർട്ടർ ചാനലും മറ്റും ചെയ്യുന്നത് പോലെ അതിശയോക്തി കലർത്തി വാർത്ത കൊടുക്കാത്തതുകൊണ്ട് സത്യമറിയാനും എന്ത് സംഭവിക്കുമെന്നറിയാനും മറുനാടനെ ആശ്രയിക്കുന്നവരുണ്ട്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞു. ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് വാർത്തകളോടും വലിയ ആവേശവും താല്പര്യവും ആളുകൾക്കുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോൾ എനിക്ക് കൃത്യമായി എല്ലാ ദിവസവും പതിവ് പോലെ അപ്ഡേറ്റ് ചെയ്ത് വാർത്തകൾ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നത് ഖേദകരമാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് മാപ്പ് പറയേണ്ട ചുമതലയും എനിക്കുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1-2 ദിവസം കഴിഞ്ഞാൽ ഏതാണ്ട് 2 ആഴ്ചയോളം എൻ്റെ വാർത്താ അപ്ഡേറ്റുകൾ റെഗുലർ ആയിരിക്കണമെന്നില്ല. എനിക്ക് വാർത്ത ചെയ്യാൻ കഴിയുമെന്ന തോന്നൽ പോലുമില്ല. ഞാൻ ശ്രമിക്കും, എല്ലാ ദിവസവും ഒരു ലൈവ് എങ്കിലും ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഇപ്പോഴത്തെ പോലെ ഓരോ വാർത്ത പിക്ക് ചെയ്ത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് വേണ്ടപ്പെട്ടവരോട് കൺസൾട്ട് ചെയ്ത് പ്രേക്ഷകർക്ക് ക്യാപ്സ്യൂളായി ഒരു 10 മിനിറ്റിൽ താഴെ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം 2 ആഴ്ച ഉണ്ടായെന്ന് വരില്ല. അത്രയേറെ തിരക്ക് പിടിച്ചൊരു യാത്രയിലായിരിക്കും. അതേസമയം എല്ലാ ദിവസവും ഏകദേശം എല്ലാ വാർത്തകളും ചേർത്തുകൊണ്ട് ഒരു ലൈവ് സംപ്രേഷണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സാങ്കേതികമായി അതും സാധ്യമാകുമോ എന്ന് ഉറപ്പില്ല. രണ്ടാമതൊരു കാരണം കൂടിയുണ്ട് ഞാൻ ഈ വാർത്ത ചെയ്യാൻ. എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന അമേരിക്കയിലെ 3-4 സിറ്റികളുണ്ട്. അവിടെയുള്ള സംഘാടകർക്ക് ആശങ്കയാണ്. അവർ കൂടെ പറയുന്നു, ഷാജൻ്റെ വരവിനെക്കുറിച്ച് ഒരു വാർത്തയെങ്കിലും ചെയ്യണം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷാജൻ എത്തിയേക്കില്ല എന്നാണ് പലരുടെയും കണക്കുകൂട്ടൽ. അതുകൊണ്ട് ഒരുപക്ഷെ ആളുകൾ എത്താതെ വരാം. അതുകൊണ്ട് എത്തുമെന്ന കാര്യം ഷാജൻ തന്നെ പറഞ്ഞാലേ ആളുകൾ വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ട്. സംഘാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ആ കാര്യം കൂടി വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വരുന്ന 2 ആഴ്ചയോളം കൃത്യമായി വാർത്തകൾ ചെയ്യാൻ കഴിയാത്തതിൽ, ലൂസ് സ്റ്റോക്ക് ചെയ്യാൻ കഴിയാത്തതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം ക്ഷമിക്കുക. രണ്ടാമതുള്ളത്, അമേരിക്കയിലെ 4 സിറ്റിയിൽ എന്നെ കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളതാണ്. തീർച്ചയായും ഞാൻ എത്തും, അതിന് യാതൊരു സംശയവും തൽക്കാലമില്ല. ചില ആളുകളൊക്കെ പരസ്പരം ചോദിക്കുന്നുണ്ട്, അനേകം കേസുകളിലെ പ്രതിയല്ലേ, പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടണം എന്നൊക്കെ വാർത്ത കണ്ടല്ലോ, അതുകൊണ്ട് വരുമോ ഇല്ലയോ എന്ന് ചിലർക്കെങ്കിലും ആശങ്കയുണ്ട്. സംഘാടകർ എന്നോട് പറഞ്ഞു, അടിയന്തരമായി ഒരു വീഡിയോ ചെയ്യൂ, അല്ലെങ്കിൽ ആളുകൾ എത്താതിരിക്കുമെന്ന് പറഞ്ഞു. അനേകം കേസുകളുണ്ട്, അതുകൊണ്ട് എനിക്ക് അനങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളാണ് അതിനുത്തരം പറയേണ്ടത്. ഞാൻ അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെക്കുറിച്ച് ധാരാളം കള്ളവാർത്തകൾ ഇവിടെയുള്ള ചാനലുകളും സോഷ്യൽ മീഡിയയും പ്രചരിപ്പിക്കാറുണ്ട്. അതെല്ലാം തപ്പിയെടുത്ത് വിശദീകരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. എനിക്ക് പറയാൻ കഴിയുന്നത് ഞാൻ വരും എന്ന് തന്നെയാണ്. 3 പ്രധാനപ്പെട്ട പരിപാടികളിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഹൂസ്റ്റണിലും ഡാളസിലും ഷിക്കാഗോയിലുമാണ് ഈ 3 പരിപാടികൾ. അതിനുശേഷം ഞാൻ ഒരു വീക്കെൻഡ് മുഴുവൻ ലോസ് ആഞ്ചൽസിലുണ്ടാവും. അവിടെയും ചില പരിപാടികൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. അവിടെ എത്തിയതിനു ശേഷം തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഞാൻ പോകുന്നത് ഹൂസ്റ്റണിലേക്കാണ്. യഥാർത്ഥത്തിൽ ആ പരിപാടിക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. മറ്റു പരിപാടികളൊക്കെ അതിനുശേഷം ഞാൻ എത്തുന്നു എന്നറിഞ്ഞതിന് ശേഷം വന്നു ചേർന്നതാണ്. ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ്ബാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് 7-ാം തീയതി വൈകുന്നേരം 5:30-ക്കാണ് എൻ്റെ ആദ്യത്തെ പരിപാടി. അവരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് നടക്കുന്നത് ഹൂസ്റ്റൺ പബ്ലിക് സ്ക്വയറിലായിരിക്കും. സ്റ്റാഫോർഡ് ബാൻക്വറ്റ് ഹാൾ, ഹൂസ്റ്റൺ എന്നാണ് ഈ അഡ്രസ്സ്. ഞാൻ ഈ അഡ്രസ്സ് പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് എൻ്റെ ആദ്യത്തെ പരിപാടി. ഈ പരിപാടിയിൽ നിർബന്ധമായി ഞാൻ പങ്കെടുക്കുമെന്ന് മാത്രമല്ല, ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കാര്യം പറയുന്നു, എന്നെ കാണാനും സംവദിക്കാനും താല്പര്യമുള്ളവർക്ക് ഹൂസ്റ്റണിലെത്തുക. 5:30-ക്കാണ് പരിപാടി പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു 4:30 മണി കഴിയുമ്പോഴെങ്കിലും അവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത്. കാരണം പരിപാടിക്ക് ശേഷം ഒരു യാത്രയുണ്ട്, ഡാളസിലേക്ക് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് പരിപാടിക്ക് ശേഷം ആളുകളോട് വ്യക്തിപരമായി സംസാരിക്കാൻ കഴിയുമോ എന്ന ആശങ്ക എനിക്കുണ്ട്. അതുകൊണ്ട് പരിപാടിക്ക് മുമ്പ് ഞാൻ 1 മണിക്കൂറെങ്കിലും അവിടെ ഉണ്ടാവും. ഒരു 4:30 മണി മുതൽ അവിടെ ഉണ്ടാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 4:30 മുതൽ 5:30 വരെയുള്ള സമയത്ത് വ്യക്തിപരമായി ആ പരിപാടി നടക്കുന്ന ഹാളിൽ വെച്ച് സംസാരിക്കാൻ കഴിയും. 5:30 മുതൽ ഔദ്യോഗിക പരിപാടിയാണ്. അതുകൊണ്ട് ആ ഹൂസ്റ്റൺ പരിസരത്തുള്ളവരെല്ലാം ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അന്ന് കാണാൻ കഴിയും. ഈ പരിപാടികൾക്ക് ശേഷം അവിടെ നിന്ന് ഡിന്നറും കഴിച്ചതിന് ശേഷം
രാത്രി തന്നെ അവിടുന്ന് ഡാളസിലേക്ക് പോവുകയാണ്. ഡാളസിലെ സംഘാടകർ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സാസ് ആണ്. ആ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ എന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഹൂസ്റ്റണിൽ എത്തുന്നതാണ്. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പോകുന്നത്, ധൃതി പിടിച്ച് പോകത്തില്ല. ഹൂസ്റ്റണിലെ പരിപാടി പ്രധാനപ്പെട്ട സംഘാടകർ ജിൻസ് ഫോൺ സക്രിയയും ബ്ലസ്സനും ബിജു കോട്ടയവും ഷാൻ ജസ്റ്റിസും പട്രീഷ്യ ഉമാശങ്കറുമാണ്. ഞാൻ ഇവരുടെയൊക്കെ ടെലിഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്, ദയവായി നോക്കുക. അങ്ങനെ ഡാളസിലേക്ക് എത്തുന്നു. ഡാളസിലെ പ്രോഗ്രാം പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച 8-ാം തീയതി വൈകുന്നേരം 5 മുതൽ 7 വരെയാണ്. അത് നടക്കുന്നത് കിയ ഈവൻറ്റ് സെൻറ്ററിലാണ്. അതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഉണ്ട്. കോൺടാക്ട് ചെയ്യുന്നവരുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. സണ്ണി മേളിയക്കലും പി പി ചെറിയാനുമാണ് അതിൻ്റെ സംഘാടകർ. ഡാളസിലെ പരിപാടി ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, മാർച്ച് 8-ാം തീയതി വൈകുന്നേരം 5 മുതൽ 7 വരെയാണ്. അവിടെയും ഞാൻ കുറച്ചുകൂടി നേരത്തെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സംഘാടകരോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഞാനൊരു എപ്പോഴാണോ പ്രോഗ്രാം തുടങ്ങുന്നത് അതിനൊരു അരമുക്കാൽ മണിക്കൂറെങ്കിലും മുമ്പ് എത്തുന്നതാവും ആളുകൾക്ക് സംസാരിക്കാൻ വേണ്ടി. അതുകൊണ്ട് നേരത്തെ വന്നാൽ എന്നോട് വ്യക്തിപരമായി സംസാരിക്കാനും നിങ്ങളുടെ സംശയങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാനും ഒക്കെ പറ്റും. നേരത്തെ വന്നാൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഷിക്കാഗോയ്ക്ക് പോകും. അതായത് 9-ാം തീയതി രാവിലെ ഞാൻ ഷിക്കാഗോയ്ക്ക് പോകും. ഷിക്കാഗോ മലയാളി അസോസിയേഷൻ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടി നടക്കുന്നത് മാർച്ച് മാസം 10-ാം തീയതിയാണ്. മാർച്ച് 10-ന് ചൊവ്വാഴ്ച രാത്രി 8 മണിക്കായിരിക്കും പ്രോഗ്രാം നടത്തുന്നത്. സെൻറ് മേരീസ് ക്നാനായ ചർച്ച് ഓഡിറ്റോറിയത്തിലായിരിക്കും ഈ പരിപാടി നടക്കുന്നത്. അവിടെ കോൺടാക്ട് ചെയ്യേണ്ടത് ജോസ് മണക്കാട്ടിനെയാണ്. ഈ ഹൂസ്റ്റണിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ബ്ലസ്സൻ ഉണ്ട്. ബ്ലസ്സൻ്റെ വീട്ടിലായിരിക്കും ഞാൻ താമസിക്കുന്നത്. അതുപോലെ തന്നെ ഷിക്കാഗോയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ 2 പേരുണ്ട്, സുനിൽ രാജനും സെനുവിൻ്റെ നാട്ടുകാരനാണ്. ആ 2 വീടുകളിലായിരിക്കും താമസം. മാത്രമല്ല ഈ പരിപാടികൾക്കൊപ്പം ഇവരൊക്കെ സംഘടിപ്പിക്കുന്ന പ്രൈവറ്റ് പരിപാടികളും ഉണ്ടായിരിക്കും. അവരുടെയൊക്കെ വീടുകളിലെ ക്ഷണിക്കപ്പെട്ടവർക്കൊക്കെ ഒക്കമുള്ള പരിപാടിയുണ്ട്. 10-ാം തീയതി ഷിക്കാഗോയിലെ പരിപാടി കഴിഞ്ഞാൽ 11-ാം തീയതി ഞാൻ ലോസ് ആഞ്ചലസിലേക്ക് പോവുകയാണ്. ലോസ് ആഞ്ചലസിൽ എൻ്റെ സഹോദരിയുണ്ട്. സഹോദരിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ആ വീക്കെൻഡിൽ, അതായത് 11-ാം തീയതി കഴിഞ്ഞുള്ള വീക്കെൻഡിൽ ഞാൻ ലോസ് ആഞ്ചലസിൽ ഉണ്ടാവും. അവിടെ ചില ക്ലബ്ബുകളും സംഘടനകളും ഒക്കെ പബ്ലിക് പരിപാടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പദ്ധതി ഇട്ടോളൂ, കുഴപ്പമില്ല, ഞാൻ ആ വീക്കെൻഡിൽ അവിടെയുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ വരുമ്പോൾ കാണാമെന്ന്. അതിൻ്റെ ഒരു കൃത്യമായ രൂപം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ലോസ് ആഞ്ചലസിലും ഉണ്ടാവും. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോൾ അറിയിക്കുന്നതാണ്. എന്തായാലും ലോസ് ആഞ്ചലസിലും ഞാൻ ആ വീക്കെൻഡ് ഉണ്ടാവും. ഇത് കഴിഞ്ഞ് 16-ാം തീയതി തിങ്കളാഴ്ചയാണ് ഞാൻ ലണ്ടനിലേക്ക് മടങ്ങുന്നത്. അതായത് 2 വീക്കെൻഡ് ഞാൻ അമേരിക്കയിലുണ്ടാവും. ഏതാണ്ട് 3 പരിപാടികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4-ാമത്തെ പരിപാടി ലോസ് ആഞ്ചലസിൽ ഉണ്ടാവും എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ലോസ് ആഞ്ചലസ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ മറ്റും കാണാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ പെങ്ങൾ എന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പരിപാടികൾ. മറ്റൊരു സ്ഥലത്തേക്കും ഇക്കുറി വരാൻ കഴിയില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ. പലരും ക്ഷണിക്കുന്നുണ്ട്, പക്ഷെ വരാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അധിക ദിവസം നിൽക്കാൻ കഴിയില്ല. പിന്നീട് ഞാൻ ലണ്ടനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരും. ഈ സ്ഥലങ്ങളിലുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. നേരത്തെ തന്നെ ഞാൻ സ്ഥലത്തുണ്ടാവും. നമുക്കെല്ലാവർക്കും നിങ്ങളുടെ സംശയങ്ങൾ എന്തും ചോദിക്കാം. പബ്ലിക് പരിപാടിയിലും നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം. എല്ലാത്തിനും ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ എന്ത് വിചാരിക്കുമെന്ന് കരുതേണ്ട കാര്യം പോലുമില്ല. എന്നാലും ഈ 4 നഗരങ്ങളിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഈ പരിപാടികൾ നടക്കുന്ന ഇടങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ വെച്ച് കാണാം അടുത്ത ആഴ്ച.